ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു സന്തോഷങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മളെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മളത് നാടൻ രീതിയിലുള്ള കുക്കിങ്, നമ്മളെ തോട്, നമ്മളെ പുഴ, പിന്നെ കുറച്ച് പ്രൊമോഷൻ വർക്കുകളൊക്കെ നമുക്ക് കിട്ടലുണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോൾ നമ്മളെ ചാനലിൽ നിങ്ങൾ കാണുന്നുണ്ടാവാം. പല സ്ഥലങ്ങളിലും പോയി ഈ പ്രൊമോഷൻ വർക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ചെയ്യുക. പ്രൊമോഷൻ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചില്ലറയൊക്കെ പൈസയൊക്കെ കിട്ടും. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിലും നമ്മൾ അത് എന്താണെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ നിങ്ങളെ ആരും പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു വർക്കും ചെയ്യണില്ല. അപ്പോൾ നമുക്ക് ചാനലുണ്ടാകുമ്പോൾ അവർ ചോദിക്കും, താത്ത നിങ്ങളെ ചാനലിൽ നമ്മളെ ഇതൊന്ന് വർക്കൊന്നും ഇടുമോ എന്ന് ചോദിക്കും. അപ്പോൾ അതിനുള്ള പേയ്മെൻറ്റ് നമുക്ക് അവർ തരും ചെയ്യും. എന്ത് വീഡിയോ ആണെങ്കിലും ഞാൻ അത് എന്താണ് ചോദിച്ചിട്ട് അതിൻ്റെ എത്രമാത്രം സത്യമുണ്ട് അതിനനുസരിച്ച് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അല്ലാതെ ആരും തട്ടിപ്പിലൂടെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊമോഷൻ വർക്കും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യൂല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് എന്താ പറയുക 2022 നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങി 2022 യൂട്യൂബ് ചാനൽ തുടങ്ങി. അൽഹംദുലില്ലാ നമുക്ക് 2023 ലാസ്റ്റൊക്കെ ആകാനായിട്ട് അപ്പോഴാണ് നമുക്ക് ആദ്യ വരുമാനം യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത്. അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ 2023 ലാസ്റ്റാണ് 2024 ഫേസ്ബുക്കിലും പേജ് തുടങ്ങി നമ്മളെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഇൻസ്റ്റയിലും ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളെ ചാനൽ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ ചാനലിൽ എന്താണ് ഏതാണെന്നുള്ളത്. ഒന്നും ഒരാളെ കണ്ടൻറ്റും നമ്മൾ ഇടുന്നില്ല, നമ്മളതായിട്ടുള്ള കണ്ടൻറ്റാണ് ഇടുന്നത് കേട്ടോ. കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും അറിയാം. ഞാൻ അംഗൻവാടിയിൽ വർക്ക് ചെയ്യുകയാണെന്നുള്ളതും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാവും. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയുന്ന കാര്യമാവും നമ്മൾ അംഗൻവാടിയിൽ വർക്ക് ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ പോണത് അന്ന് നമ്മൾ ചാനൽ തുടങ്ങുമ്പോഴേ ഉള്ളതാണ്. ഇതിനൊരു ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിരുന്നു കേട്ടോ, അത് കണ്ടിക്കണോ നിങ്ങളെന്ന് എനിക്കറിയില്ല. നമ്മൾ ചാനൽ തുടങ്ങിയ അന്ന് മുതലേയാണ് നമ്മളെ ഈ കുറ്റപ്പെടുത്തൽ, കളിയാക്കൽ, പരിഹസിക്കൽ. പിന്നെ എൻ്റെ ഒരാൾ മറ്റൊരാളോട് പറയും, വാഹിദപ്പോൾ ചാനൽ തുടങ്ങി, എൻ്റെ പേര് വാഹിദ എന്നാണ്, വാഹിദപ്പോൾ ചാനൽ തുടങ്ങിയിരിക്കണ്, ഓളതൊക്കെ ആരാ കാണുന്നത്, അല്ലെങ്കിൽ വലിയൊരു വീടില്ല, ഒരു ചെറിയൊരു വീട്, ഒരു അടുക്കള, ഒരു കിച്ചണ് പോലും ഓക്കില്ല, അതൊക്കെ ആര് പോയി കാണാനാണ്. പിന്നെ ഓളെ മുരിങ്ങ താളിപ്പ്, ചമ്മന്തി, ഇതൊക്കെ അപ്പോൾ ആർക്കും അറിയാത്ത കാര്യമാണ്. അതുപോലെ കുറച്ച് ചക്കയുണ്ട്, കുറച്ച് മാങ്ങയുണ്ട്, അതുകൊണ്ടൊക്കെയാണ് വ്ളോഗ് ചെയ്യുന്നത്. ഈ ചക്കയും മാങ്ങയൊക്കെ പറഞ്ഞാൽ ഈ പച്ചപ്പാവങ്ങളെ കിട്ടണതാണ് അല്ലേ, അവരാണിത് കൂടുതലും കഴിക്കാന്ന് അങ്ങനെ ഒരു പറച്ചിലാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാത്തതാണ്. ഈ കടുമാങ്ങ അച്ചാറും ഇതൊക്കെ അറിയാത്തതാണ്. ആരാ ഓളതൊക്കെ കാണുന്നത്, വെറുതെ ഓളെ സമയമാണ് പോയി കിട്ടും അങ്ങനെ പറയണോലുണ്ടായിരുന്നു. അത് അവിടെ പറയുമ്പോൾ ഇത് ഇവിടെ വന്ന് എന്നോട് പറയാൻ വേറെ ആൾക്കാരുണ്ടാവില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കത്തിച്ച് എരി കൂട്ടി കൊടുക്കുന്ന ആൾക്കാരാണ് കൂടുതലും നമ്മളെ നാട്ടിൽ അല്ലേ. അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അന്നൊന്നും എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ തുടങ്ങിയിരുന്നില്ല. അന്നൊക്കെ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. എനിക്ക് വാശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ചാനൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഒരു കഥ ഉണ്ട്. കാരണം എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു സർജറി കഴിഞ്ഞിരുന്നു. പിന്നെ അത് എന്താണെന്ന് സത്യം ഞാൻ പറഞ്ഞുതരാം. വലിയൊരു സർജറി ആയിരുന്നു. അപ്പോൾ 2-3 വർഷം റെസ്റ്റ് എടുക്കണം. ടാപ്പിങ്ങുകാരനാണ്, ടാപ്പിങ് ചെയ്യാനൊന്നും പോകാൻ പാടില്ല ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ വലിയ അനിയത്തിനോട് പറഞ്ഞു, ഞങ്ങൾ 3 പെൺകുട്ടികളാണ് കേട്ടോ, വലിയ അനിയത്തിനോട് പറഞ്ഞു, എടീജൊരു ചാനൽ തുടങ്ങുക, എനിക്ക് നല്ല വരുമാനമൊക്കെ കിട്ടിയാൽ എനിക്ക് ചിലപ്പോൾ ഈ അംഗനവാടിൻ്റെത് മാത്രം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ഈ അംഗനവാടിൻ്റെത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ കഴിഞ്ഞു കൂടിയുന്നത് കേട്ടോ. പോയിരുന്നത് അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട്, അതാണ് സൗണ്ട്. അപ്പോൾ ചാനൽ തുടങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ട് അപ്ലോഡ് ചെയ്ത്. അന്ന് ഞങ്ങൾക്കൊരു മണ്ണിൻ്റെ വീടായിരുന്നു. അപ്പോൾ എൻ്റെ വിചാരം എന്താണെന്ന് അറിയോ, ഇത് വീഡിയോ 2-3 ഇടുമ്പത്തിന് നമുക്ക് വരുമാനം കിട്ടും, അങ്ങനെയൊക്കെ തെറ്റായ ധാരണയായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് യൂട്യൂബിൽ 4000 മണിക്കൂർ വാച്ചിങ് ടൈം വേണം, 1K സബ്സ്ക്രൈബ് വേണം, എന്നിട്ട് നമുക്ക് നമ്മളെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് ശരിയായി മോണിറ്റൈസേഷൻ ആവണം, എന്നിട്ട് നമുക്ക് വരുമാനം കിട്ടുള്ളൂ എന്ന് മനസ്സിലായപ്പോൾ തന്നെ ഏകദേശം 1 കൊല്ലമൊക്കെ കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും ഞാൻ തളർന്നില്ല. അൽഹംദുലില്ലാ ഒരു ദിവസം റമദാനാണ് എൻ്റെ ചാനൽ വൈറലായത്. ഞാനൊരു മല്ലിയും മുളകും വറുക്കണ വീഡിയോ ഇട്ടു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്തൊരു വീഡിയോ ചെയ്യുകയാണെങ്കിലും അതിലെന്തെങ്കിലും ഒരു നന്മ നിങ്ങൾക്ക് ഉണ്ടാവും, എന്തെങ്കിലും ഒരു നല്ലൊരു മെസ്സേജ് അതിലുണ്ടാവും. അങ്ങനത്തെ വീഡിയോ മാത്രമേ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ.
അപ്പോൾ അന്ന് എൻ്റെ വീഡിയോ ഇങ്ങനെ വൈറലായി വന്നു. ഫസ്റ്റിലിട്ടപ്പോൾ തന്നെ 200K അല്ല 300-400 വ്യൂസൊക്കെ ഉള്ളത് ഒരു ദിവസം ഞാൻ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കുന്നുണ്ട് 2K ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് ഇത് എത്രയും ഇങ്ങനെ നോക്കുമ്പോൾ 18K 20K അങ്ങനെ ആയി ഇത് 6 ലക്ഷം വരെ ആയി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് യൂട്യൂബിലുള്ള ആദ്യത്തെ വീഡിയോസൊക്കെ വൈറലായിക്കണ്. അൽഹംദുലില്ലാ എനിക്കൊരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ഞാൻ 2023 തന്നെ ഞാൻ യൂട്യൂബിൻ്റെ സാലറി വാങ്ങി. അത് നല്ലൊരു എമൗണ്ട് തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് പിന്നെ വീഡിയോ ഇടാനുള്ളൊരു ത്രില്ല് അങ്ങനെ കിട്ടി. അതിൻ്റെ ശേഷമാണ് ഞാൻ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയത്. ഇപ്പോൾ എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ നിന്നും എനിക്കിപ്പോൾ വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഫേസ്ബുക്കിൽ നിന്നും വരുമാനം വാങ്ങി ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നെ ഒരുപാട് കളിയാക്കിയ ആൾക്കാർ, പരിഹസിച്ച ആൾക്കാർ അന്ന് പറഞ്ഞിരുന്നു. എന്നോട് മൊത്തം നോക്കി വരെ ചോദിച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ എന്താ എൻ്റെ ചാനലോട് കിട്ടിയത്. ഈ അങ്കണവാടിക്ക് പോണീൻ്റെ മുന്നേ എനിക്ക് സത്യം പറഞ്ഞാൽ 8:45 അങ്കണവാടിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. പിന്നെ 4 മണി കഴിയും ഞാൻ വീട്ടിലെത്തുമ്പോൾ. അതിലിടയ്ക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 6 മണി 6:30 7 മണിയൊക്കെ ആവും വീട്ടിലെത്തുമ്പോൾ. അങ്ങനെയുള്ള ദിവസങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ട്യൂഷന് നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ട്യൂഷൻ എടുക്കണില്ല. അങ്ങനെ ഒരുപാട് കളിയാക്കൽ കിട്ടിയിരുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ, എന്നെ കേൾക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റ്. എമി സൗണ്ട് ഉണ്ടാക്കല്ലേ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആര് തളർത്തിയാലും തളരരുത്, നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. അപ്പോൾ നമുക്ക് വിജയം ഉണ്ടാവും. അൽഹംദുലില്ലാ ഇപ്പോൾ എനിക്ക് എല്ലാ മാസവും ഇല്ലെങ്കിലും ഒന്നിടവിട്ട മാസങ്ങളിൽ എന്തായാലും ചിലപ്പോൾ എല്ലാ മാസവും കിട്ടും. വ്യൂ കൂടുന്നതിനനുസരിച്ചാണ്. യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും കൂടി ആകുമ്പോൾ നമുക്ക് നല്ലൊരു സംഖ്യ ഉണ്ടാകും. ഇപ്പോൾ മാഷാ അല്ലാ എൻ്റെ വീട് പണിക്ക് ഫസ്റ്റിൽ തന്നെ തറ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളെ യൂട്യൂബ് വരുമാനമാണ് കൊടുത്തത്. അപ്പോൾ ബാഡ് കമൻറ്റ് അന്നൊക്കെ കുറേ വന്നിരുന്നു. എനിക്ക് മരിച്ചു പോകണ്ടേ, യൂട്യൂബ് വരുമാനം ഹറാമാണ്. നിങ്ങളൊന്ന് പറയും എൻ്റെ ഈ വേഷത്തിൽ എന്താണ് തെറ്റ്? ഞാൻ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ കൂടി നാട്ടിൽ കൂടി ഇപ്പോൾ ഏത് ഫംഗ്ഷന് പോകുകയാണെങ്കിലും ഞാൻ ഇങ്ങനെ മുഖം അല്ല, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചിലപ്പോൾ തട്ടൊക്കെ ഒന്ന് തലേന്ന് പോകും, അതിങ്ങനെ ഇടും. സാധാരണ എൻ്റെ ഫാമിലീൻ്റെ മുന്നിൽ ഞാൻ എങ്ങനെ നിൽക്കണം അതുപോലെയാണ്. ഹസ്ബൻഡിൻ്റെ മുന്നിൽ നിൽക്കും പോലെയല്ല കേട്ടോ. എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്, പിന്നെ എൻ്റെ ഉമ്മയാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ അനിയത്തിമാർ, അങ്ങനെയുള്ള എല്ലാ ഫാമിലീൻ്റെ മുന്നിൽ ഞാൻ എങ്ങനെ നിൽക്കണം അതുപോലെയാണ് ഞാൻ പബ്ലിക്കിൻ്റെ മുന്നിൽ വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു സാഹചര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണമായത്. അപ്പോൾ എനിക്കിപ്പോൾ അതിന് ഞാൻ വരുമാനം വാങ്ങാൻ തുടങ്ങി. എൻ്റെ ഓരോരോ ആവശ്യങ്ങൾ അതുകൊണ്ട് നേടാൻ തുടങ്ങുമ്പോൾ അതിനുള്ളൊരു സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ എന്നെ കളിയാക്കിയ ആൾക്കാർ വരെ എൻ്റെ അടുത്ത് വന്നിട്ട് അവരെ ഫോണും കൊണ്ട് വന്നിട്ട് ഞാനൊരു ചാനൽ തുടങ്ങിയിരിക്കുന്നു. ഇതെനിക്ക് പറയാതൊക്കെ കഴിയൂല. അവരിനി എന്ത് വിചാരിച്ചാലും വേണ്ടല്ല, ഞാൻ അവരെ പേരൊന്നും പറയണില്ലല്ലോ. അതുകൊണ്ട് അവരെന്തിനാ വിഷമിക്കണ്? അവർ വിഷമിക്കണ്ട, ആരും വിഷമിക്കണ്ട. എൻ്റെ മനസ്സിലത്തെ പ്രയാസം ഞാൻ പറഞ്ഞു തീർക്കട്ടെ. 2 ആൾക്കാരാണ് എൻ്റെ അടുത്ത് വന്നത്, ഫോണും കൊണ്ട് വന്നിട്ടുള്ളത്. ഫോണും കൊണ്ട് വന്നിട്ട് ഞാൻ അവർക്ക് അതൊക്കെ ശരിയാക്കി കൊടുത്തു എന്നുള്ളതാണ്. എങ്ങനെയാണ് വീഡിയോസ് ഇടുക, ഷോർട്സ് എങ്ങനെയാണ് ഇടുക, അപ്ലോഡ് ചെയ്യുക, വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യുക, അതൊക്കെ പറഞ്ഞു കൊടുത്തു. സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പോഴൊക്കെ അതിന് മുന്നേ ഞാൻ അവർ ചാനൽ തുടങ്ങിയത് അറിഞ്ഞിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് ചിരിയാണ് വരുന്നത്, ചിരി വരിക. കാരണം ഇന്നെ കളിയാക്കിയൊരു യൂട്യൂബ് വരുമാനം ഹറാമാണ്, യൂട്യൂബ് വരുമാനം ഹറാമാണ്. ആ ഹറാമുള്ള ആൾക്കാർക്ക് ഇപ്പോൾ അവർ തുടങ്ങിയപ്പോൾ അവർക്ക് ഇപ്പോൾ ഹറാമൊന്നുമില്ലേ? എന്തിനാണ് ഈ മറ്റുള്ളവരെങ്ങനെ വെറുതെ? ഞാനിതിങ്ങനെ ആലോചിച്ച് നോക്കണം. അത് ഇന്നെ പോലെ ഞാൻ ആരോരുത്തർക്കും ഒന്നിനും പോകണില്ല, എവിടെയും പോകണില്ല. നമ്മൾ ആർക്കെങ്കിലും ശല്യമായിട്ട് തോന്നുന്നുണ്ട്, നമ്മളെ പ്രയാസമായിട്ട് അവർക്ക് തോന്നുന്നുണ്ടെന്ന് തോന്നിയാൽ ഞാൻ ആ ഭാഗത്തേക്ക് പോകലില്ല, അവിടുന്ന് ഒഴിഞ്ഞു പോരലാണ്. ഇനിയിപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മളെ കൊണ്ട് അവർക്ക് പ്രയാസമാണ്, നമ്മളെ കൊണ്ട് അവർ ബുദ്ധിമുട്ടുണ്ട്, നമ്മളോട് സംസാരിക്കാനൊക്കെ പ്രയാസമാണ്, അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന കാര്യത്തിൽ അവർക്ക് ബുദ്ധിമുട്ടാണ് തോന്നിയാൽ ഞാൻ ആ ഭാഗത്തേക്ക് പോവാതിരിക്കലാണ്. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു, പിന്നെ അവർ യൂട്യൂബ് ചാനൽ ശരിയാക്കി കൊടുത്തു. ഫേസ്ബുക്കും തുടങ്ങാൻ പറഞ്ഞു. ഞാൻ ഫേസ്ബുക്കും തുടങ്ങിക്കോളി, അതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം കിട്ടും, ഫേസ്ബുക്കിൽ ഫോട്ടോസൊക്കെ ഇട്ടാൽ റവന്യൂ കയറുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റൂല.
കാരണം എൻ്റെ മനസ്സിലുള്ള പ്രയാസങ്ങൾ വേദനകളും അവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവരും കാണട്ടെ. പറയാനുള്ളത് ഇപ്പോൾ അവരൊക്കെ നമ്മളെ കളിയാക്കി, ആരായാലും അങ്ങനെ കളിയാക്കി. ഇപ്പോൾ ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിരുന്നു, അതിൽ പറഞ്ഞിരുന്നു നിന്നെ കളിയാക്കിയോണ്ട് പഠിച്ചോൻ കൊടുത്ത പണിയേക്കാരം അവർക്ക് യൂട്യൂബ് തുടങ്ങാനുള്ളത് എന്നൊക്കെ. അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്തിനാണ് അങ്ങനെയുള്ള കമൻറ്റൊക്കെ തരുന്നത്? പിന്നെ എന്തൊരു നല്ല വീഡിയോ ഇട്ടാലും അതിനെന്തെങ്കിലും ഒരു ബാഡ് കമൻറ്റ് ഉണ്ടാവും. അതാരാണിത് ഇടുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഞാൻ പറയട്ടെ, എൻ്റെ വീഡിയോ വൈറലാവാനും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും അത് വൈറലായതും അത് 4 ആളെ മുന്നിലേക്ക് എത്തിയതൊക്കെ ഈ ഒരു ബാഡ് കമൻറ്റാണ്. ആദ്യമൊക്കെ ഞാൻ ബാഡ് കമൻറ്റ് എന്തിരുന്നു, അതിന് റിമൂവ് ചെയ്ത് കളഞ്ഞിരുന്നു. അതിന് ഡിലീറ്റ് ആക്കി കളയും. കാരണം എനിക്ക് ആ കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ഇങ്ങനെ കരയെ വരെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ അതിന് ബാഡ് കമൻറ്റ് വരുമ്പോൾ കരയെ വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാരും കാണൂലല്ലോ. എൻ്റെ വീഡിയോയിൽ അങ്ങനത്തെ ബാഡ് കമൻറ്റ് കിടക്കണ്ട, എനിക്കത് കാണണ്ട പറഞ്ഞാണ്ട് ഞാനത് ഡിലീറ്റ് ആക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു ബാഡ് കമൻറ്റ് ഡിലീറ്റ് ആക്കണില്ല. ഇപ്പം അങ്ങനെ ബാഡ് കമൻറ്റ് വരുന്നുമില്ല കേട്ടോ. അതും വേണമല്ലോ പറയാം. ആദ്യമൊക്കെയാണ് വന്നിരുന്നത്, ഇപ്പം അങ്ങനെ ബാഡ് കമൻ്റ് ഒന്നും വരുന്നില്ല. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ചിരിങ്ങനെ വരും. കാരണം നമുക്ക് മരിച്ചു പോകണ്ടേ, ഖബറിൽ കിടക്കാനുള്ളതല്ലേ, ഇത് ദുനിയാവൊന്നും അല്ല. ഞാൻ അവിടെ ചെന്നിട്ടുണ്ട്, അപ്പോൾ അനുഭവിക്കണ്ടേ. പിന്നെ ഓരോ മക്കളൊക്കെ ഇതിന് സമ്മതിക്കുന്നുണ്ടോ, ഓരോ ഫാമിലിയൊക്കെ സമ്മതിക്കുന്നുണ്ടോ? എന്താണ് എനിക്ക് എൻ്റെ സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു വീട് പണി ഇപ്പോൾ തീർന്നു വരുന്നേ ഉള്ളൂ. എൻ്റെ വീട് പണിക്ക് അതുപോലെ എനിക്ക് പല ആവശ്യങ്ങളുണ്ട്. ഒരു വീടാകുമ്പോൾ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടാകും. ഞങ്ങളോട് പറയല്ലോ, എൻ്റെ ഹസ്ബൻഡിന് സ്ഥിരമായിട്ടൊരു ജോലി ഇല്ലാത്ത ആ ഒരു സാഹചര്യത്തിലൊക്കെ എനിക്ക് ഈ ഒരു യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും നല്ല ഒരു സമാധാനം തന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഒരു മനുഷ്യനോട് നമ്മൾ പൈസക്ക് എന്താ പറയുക, എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമുക്കറിയാലോ, അംഗൻവാടിയിൽ തുച്ഛമായിട്ടുള്ളൊരു വരുമാനമാണ്. എന്നാൽ പിന്നെ അംഗൻവാടിയിലെ അത് നിർത്തിങ്ങാണ്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ ചോദിക്കും. അപ്പോൾ എനിക്ക് ഇതാ ജ്വല്ലറിയിൽ നിൽക്കാനുള്ള ഓർഡർ കിട്ടുന്നുണ്ട്. അതുപോലെ ഈ കാറ്, പിന്നെ ബൈക്ക് വിൽക്കണം, അങ്ങനത്തെ ഷോറൂമിലൊക്കെ ജോലിക്ക് എനിക്ക് ഓഫർ വരുന്നുണ്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ അവിടെ ജോലിക്ക് പോയി ഇപ്പോൾ അംഗനവാടിക്ക് പോകുക എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയി വരികയാണ്. ഇങ്ങോട്ടൊക്കെ പോകുമെന്ന് പറയുമ്പോൾ രാവിലെ മുതൽ 8 മണി മുതൽ നിൽക്കണം, രാത്രി 6 മണി വരെ നിൽക്കണം. അതൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ച് പ്രയാസമുള്ള കാര്യമാണ്. ആ സമയത്ത് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോരുക, വൈകുന്നേരം മഗ്‌രിബിൻ്റെ നേരത്തൊക്കെ വരിക. അപ്പോൾ അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് കുറച്ച് പൈസ കൂടുതൽ കിട്ടിയാൽ നമ്മളവിടെ ജ്വല്ലറിയിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായ ഡ്രസ്സൊക്കെ ഇട്ട്, അത് വിചാരിച്ച് നമ്മളെ ശരീരമൊന്നും കാണിക്കണ്ട, ഒരുങ്ങി നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ജ്വല്ലറിയിൽ അങ്ങനെ നിൽക്കണം. അതൊക്കെ അവർ പറഞ്ഞത്. അതിനൊന്നും എനിക്ക് താല്പര്യമല്ല. ഇപ്പം ഞാനിതാ ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല, കണ്ടോ, ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. ഇതിൻ്റെ ഈ ചുണ്ടിൻ്റെ സാധാരണ ചുവപ്പ് കളറാണ്. ഒരു ലിപ്സ്റ്റിക്കും ഞാൻ ഇട്ടിട്ടില്ല. എനിക്കത് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടൊക്കെ ഉണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അങ്ങനെ എന്തെങ്കിലും പരിപാടി, ഫംഗ്ഷന്, പാട്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ അത് കഴിയുന്നതോട് കൂടിയായി ഞാൻ ചുണ്ടുമെന്ന് തുടച്ച് കളയലുണ്ട് കേട്ടോ. അതായത് ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ട് യാത്ര ചെയ്യുക, അവിടെ പോകുക, അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് ചെയ്യണ എനിക്കിഷ്ടമല്ല. പിന്നെ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ഇത് റബീഉൽ അവ്വൽ മാസമാണല്ലേ. ഈ മാസത്തിൽ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ അത് ആ മാസത്തിനെ ബഹുമാനിക്കാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒന്ന് അറിയട്ടെ. ഇന്ന് ഞാൻ കുക്കിംഗ് വ്ളോഗൊന്നും അല്ല, ഇത് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇതിൽ ഒരുപാട് കമൻറ്റ് വരും, റബീഉൽ അവ്വൽ മാസം നിനക്കിപ്പോൾ എന്താ, അങ്ങനെയുള്ള കമൻറ്റ് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ റബീഉൽ അവ്വൽ മാസത്തിൽ സലാത്ത് കൂടുതൽ ചെല്ലണം, സലാത്ത് അധികരിപ്പിക്കണം, ഇതൊക്കെ എനിക്കറിയാം. ഞാനും തന്നെ ഖുർആൻ ഓതുന്ന ആളാണ്. ഒരു നിസ്കാരം ഒന്നും കളയാകാതെ ശ്രദ്ധിക്കുന്ന ആളാണ്. എൻ്റെ മോളോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എന്നും എൻ്റെ മക്കളോട് ഞാൻ പറയുന്ന കാര്യമാണ്, ഒരു യാസീൻ എന്നും ഓതണം. അതുപോലെ തന്നെ സൂറത്തുൽ ബക്കറ പറഞ്ഞിട്ടൊരു ഒരു സൂറത്തുണ്ട്. യാസീന് കഴിഞ്ഞിട്ട് 12ാമത്തെ ഒരു സൂറത്താണത്. അത് എന്നും ഓതുന്നത് നമുക്ക് നല്ലതാണ്. എൻ്റെ ഒരു വിശ്വാസമാണത്.
അപ്പോൾ അത് ഓതണം. എൻ്റെ മോളോട് എപ്പോഴും പോയി ഇന്നലെയും കൂടി ഞാൻ പറഞ്ഞിട്ടുള്ളൂ, മോളോ ഈ ഒരു കാരണവശാലും എൻ്റെ നിസ്കാരം കളായാക്കരുത്. അതുപോലെ പിന്നെ ഖുർആൻ ഓതാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഖുർആൻ ഓതാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ പോട്ടെ, ഖുർആൻ പറ്റുന്നൊരവസ്ഥയിൽ എത്ര വയ്യെങ്കിലും ഖുർആൻ ഓതണം, നിസ്കാരം കളായ. അങ്ങനെ മക്കളോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. അത് വിചാരിച്ചിട്ട് ഇത് യൂട്യൂബ് എന്ന് പറയുന്നത് എനിക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാണ്. അപ്പോൾ യൂട്യൂബിൽ പല സ്ത്രീകളും പല തോന്നിയാസവും ചെയ്ത് വീഡിയോ വരുന്നുണ്ട്, ഓരോരുത്തരെ ഇത് കണ്ടൻറ്റ് എടുത്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. ഞാൻ നമ്മുടേതായിട്ടുള്ള കണ്ടൻറ്റാണ്, നമ്മുടേതായിട്ടുള്ള കണ്ടൻറ്റ് നമുക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഈ തുച്ഛമായ വരുമാനം അംഗൻവാടിയിൽ നിന്ന് കിട്ടുമ്പോൾ അതെങ്ങോട്ടും എത്തൂല. അപ്പോൾ ഇതൊരു സൈഡായിട്ട് കൊണ്ടുപോവുകയാണ്. എൻ്റെ ഈ എന്നും ഡയലി അംഗൻവാടിക്ക് പോകണ ആ ടൈമിൽ വെച്ചിട്ട് അന്ന് കുക്ക് ചെയ്യുന്നത് ഒരു വീഡിയോ ആക്കി വ്ളോഗാക്കിയിട്ടൊക്കെയാണ് ഞങ്ങളെ മുന്നിലേക്ക് ഷെയർ ചെയ്തിട്ട് ഞാൻ ഇതിൽ നിന്ന് വരുമാനം വാങ്ങണത്. അപ്പോൾ വീഡിയോ കുറേ ലെങ്ത് ആയിട്ടോ, എല്ലാവരോടും ഒരുപാട് സോറി. അപ്പോൾ പണ്ട് 2-3 വർഷം മുന്നൊക്കെ എന്നെ കളിയാക്കി പരിഹസിച്ച ആൾക്കാർ എന്നെ ചാനൽ തുടങ്ങി എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അത് ശരിയാക്കിപ്പിച്ചു 2 ആൾക്കാർ. പിന്നെ കളിയാക്കി ഒരു ചാനൽ തുടങ്ങാത്തവർ വേറെ ഉണ്ട് കേട്ടോ. അവർക്കൊക്കെ ഇപ്പം എന്നോട് നല്ല ലോകിയാണ്. കാരണം ചാനലിൽ എൻ്റെ വീഡിയോ കാണലുണ്ട് കേട്ടോ, കമൻറ്റ് തരലുണ്ട്, ലൈക്ക് തരലുണ്ട്. ആദ്യമൊക്കെ അവർ കമൻറ്റ് തരുന്നത് ഞാൻ അറിയലുണ്ടായിരുന്നില്ല. കാരണം ബാഡ് കമൻറ്റാണ്, അവർ പറയൂല, ബാഡ് കമൻറ്റാണ്. ആയിരിക്കാം, അവർ തന്നെ ആയിരിക്കാം. എനിക്കിങ്ങനെ ചിരി വരും സത്യം പറഞ്ഞാൽ. എന്തിനാ അന്ന് കളിയാക്കിയവരൊക്കെ ഇപ്പോൾ ചാനൽ തുടങ്ങി. ഞാനിപ്പോൾ അവർക്കൊക്കെ ഒരുപാട് എന്താ പറയുക നന്മകൾ ഉണ്ടാകട്ടെ, അതുകൊണ്ട് വരുമാനം കിട്ടട്ടെ. കാരണം നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ അടുക്കളയിൽ നിന്ന് ചെയ്യുന്ന വീഡിയോക്ക് നമ്മളെല്ലാ മാസം നമ്മളെ അക്കൗണ്ടിലേക്ക് നമ്മളെ വരുമാനം വരിക, അത് കിട്ടുക, ചിലവാക്കുക എന്ന് പറയുമ്പോൾ അതൊരു അഭിമാനം തന്നെ ഉണ്ട് കേട്ടോ. കാരണം നല്ല വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക്, ചീത്ത വീഡിയോ ചെയ്യണപോലെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യൂല. ഞാൻ ഒരുപാട് ചീത്ത വീഡിയോസുകൾ സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊന്നും ഞാൻ കൂട്ടു നിൽക്കൂല. അത് ഞാൻ കാണാനും പോവാറില്ല. അഥവാ കാണുമ്പോൾ തന്നെ ഞാൻ ചെയ്യലുണ്ട്, ആ സ്ത്രീക്ക് എന്താ നല്ലൊരു വീഡിയോസുമായിട്ട് മുന്നോട്ട് വന്നൂടെ, അങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ നാട്ടുകാരൊന്നും നന്നാക്കാനും ഇല്ല, നമ്മൾ ആരും നന്നാക്കാനില്ല. എല്ലാവരും അവനവന് കിട്ടുന്ന ജോലി ചെയ്യട്ടെ. അപ്പോൾ അവിടെ വെയിലറച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ചാനൽ ഇവിടെ വരെ എത്തിയതും ഞാൻ അതിൽ ജയിച്ചതും. എനിക്ക് സോഷ്യൽ മീഡിയ യൂട്യൂബൊന്നും ഫേസ്ബുക്കൊന്നും ഞാനിപ്പോൾ വരുമാനം വാങ്ങണതും. ഇനി നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങളെ ബിസ്മി വ്ളോഗ് ഞാൻ ഇനി ഇതുപോലുള്ള കണ്ടൻറ്റുകൾ കൊണ്ടേ വരുള്ളൂ. പിന്നെ